നമസ്കാരം. ജ്വല്ലറി ഉടമയെ ഭീഷണിപ്പെടുത്തി 10 ലക്ഷം രൂപയുടെ സ്വർണം തട്ടിയെന്ന കേസിൽ മുൻ MLA മാത്യു സ്റ്റീഫനെ രക്ഷിക്കാൻ വേണ്ടി ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടൽ. തൊടുപുഴയിലെ വ്യവസായികൾ മുഖേനയും മറ്റും സമ്മർദ്ദം ചെലുത്തി പരാതി പിൻവലിപ്പിക്കാനാണ് നീക്കം സജീവമായി നടക്കുന്നത്. ഇതിനായി രാഷ്ട്രീയ രംഗത്തെ ഉന്നതർ തന്നെ രംഗത്ത് വന്നു. അതേസമയം സാമ്പത്തികമായി കബളിപ്പിച്ചതിന് പുറമെ തന്നെ ഹണി ട്രാപ്പിലും പെടുത്താൻ ശ്രമം നടന്നുവെന്ന് വ്യക്തമായതോടെ പരാതിക്കാരനായ ജ്വല്ലറി ഉടമ പിന്മാറാൻ തയ്യാറല്ലെന്ന നിലപാടിലാണ്. സ്വർണം വാങ്ങിയ ഇനത്തിൽ ലഭിക്കേണ്ട പണം തിരികെ നൽകി ഒത്തുതീർപ്പിനാണ് ഒരു രാഷ്ട്രീയ ഉന്നതൻ രംഗത്ത് വന്നത്. ഒത്തുതീർപ്പ് ശ്രമം ഊർജിതമായി നടക്കുന്നുണ്ട്. ഇതിനായി പലരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചർച്ചകൾ നടക്കുന്നത്. 10 ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് ഉടുമ്പൻചോല മുൻ MLA മാത്യു സ്റ്റീഫനും സംഘവും തട്ടിയെടുത്തത്. ഇതോടെ 3 പേർക്കെതിരെ തൊടുപുഴ പോലീസ് കേസെടുത്തു. തൊടുപുഴ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി എന്ന സംഘടനയുടെ സംസ്ഥാന വനിതാ കോർഡിനേറ്റർ, എറണാകുളം കുറുപ്പംപടി ചിറങ്ങര വീട്ടിൽ ജിജി മാത്യു, സംസ്ഥാന പ്രസിഡന്റ് മുതലക്കോടം കുഴിക്കത്തോടി സുബൈർ എന്നിവരാണ് മറ്റു പ്രതികൾ. ജനുവരി 17-ന് മാത്യു സ്റ്റീഫനും കൂട്ടുപ്രതികളും ജ്വല്ലറിയുടെ തൊടുപുഴ ഷോറൂമിലെത്തി നിർധന കുടുംബത്തിലെ യുവതിയുടെ വിവാഹത്തിന് 1.69 ലക്ഷം രൂപയുടെ സ്വർണം കടമായി ആവശ്യപ്പെട്ടു. മുൻ MLAയുടെ ഉറപ്പിന്മേൽ സ്വർണം നൽകി. പകരം 2 ചെക്ക് ലീഫുകളും നൽകിയിരുന്നു. 30 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ബില്ല് തീർത്ത് ചെക്ക് ലീഫുകൾ തിരികെ വാങ്ങി. അന്ന് തന്നെ 10 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങി. പകരം ചെക്ക് ലീഫുകൾ നൽകി. ഉച്ചകഴിഞ്ഞ് തിരികെ എത്തി പീഡന പരാതി നൽകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ചെക്ക് ലീഫ് തിരികെ വാങ്ങിയെന്നും പോലീസ് പറഞ്ഞു. മാർച്ച് 30-ന് പള്ളിക്കത്തോടിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ചതിന് ജിജി മാത്യുവും സുബൈറും ഉൾപ്പെടെ 4 പേർ അറസ്റ്റിലായിരുന്നു. ഈ വിവരം അറിഞ്ഞതോടെയാണ് ജ്വല്ലറി ഉടമ പോലീസിൽ പരാതിപ്പെട്ടത്. ഏപ്രിൽ 5-നാണ് കേസെടുത്തത്. റിമാൻഡിലായിരുന്ന സുബൈറിനെ തൊടുപുഴ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയാണെന്നും ജിജി മാത്യുവിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകുമെന്നും പോലീസ് പറഞ്ഞു. കേസിൽ മാത്യു സ്റ്റീഫനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. 1.69 ലക്ഷം രൂപയുടെ സ്വർണം നൽകാൻ ജ്വല്ലറി ഉടമയുമായി സംസാരിച്ചിട്ടുണ്ട്. സുബൈറാണ് ജിജിയെ പരിചയപ്പെടുത്തിയത്. ഇതല്ലാതെ മറ്റു കാര്യങ്ങളിൽ പങ്കില്ലെന്നാണ് മാത്യു സ്റ്റീഫൻ പ്രതികരിച്ചത്. എന്നാൽ തനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് കൈകഴുകാനുള്ള സ്റ്റീഫന്റെ നീക്കങ്ങൾ പൊളിക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. മാത്യുവും കൂട്ടുപ്രതികളും ജ്വല്ലറിയിലെത്തിയ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് മുൻ MLAയുടെ വാദങ്ങൾ പൊളിഞ്ഞത്. ജ്വല്ലറി ഉടമയുടെ പരാതിയിൽ തൊടുപുഴ പോലീസ് കേസെടുത്തെങ്കിലും തട്ടിപ്പിന് കൂട്ടുനിന്നിട്ടില്ലെന്നായിരുന്നു മാത്യു സ്റ്റീഫന്റെ വിശദീകരണം. തട്ടിപ്പുമായി തനിക്ക് ബന്ധമില്ലെന്ന മാത്യു സ്റ്റീഫന്റെ വാദം പച്ചക്കള്ളമെന്ന് തെളിയിക്കുന്നതാണ് പുറത്തു വന്ന ദൃശ്യങ്ങൾ. കൂട്ടുപ്രതികളും ജനാധിപത്യ സംരക്ഷണ സമിതി പ്രവർത്തകരുമായ ജിജി, സുബൈർ എന്നിവർക്കൊപ്പം മാത്യു സ്റ്റീഫൻ പലവട്ടം ജ്വല്ലറിയിലെത്തി. ജനുവരി 17-ന് ജ്വല്ലറിയിലെത്തിയ മാത്യുവും ജിജിയും അടക്കമുള്ളവർ 1,69,000 രൂപയുടെ സ്വർണം കടമായി വാങ്ങി. തതുല്യമായ തുകയുടെ ചെക്ക് നൽകി. 27-ന് വീണ്ടും എത്തി. കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ജ്വല്ലറി ഉടമയിൽ നിന്നും 10 പവൻ സ്വർണം വാങ്ങി. 28-ന് നൽകിയ ചെക്കും തിരികെ വാങ്ങി. വഞ്ചിക്കപ്പെട്ടെന്ന് മനസ്സിലായതോടെയാണ് ജ്വല്ലറി ഉടമ പോലീസിൽ പരാതി നൽകുന്നത്. നിർധന കുടുംബത്തെ സഹായിക്കാൻ ഒരു തവണ ജ്വല്ലറിയിലെത്തിയെന്നും സ്വർണം വാങ്ങിയ പണം തിരികെ നൽകിയെന്നുമുള്ള മാത്യു സ്റ്റീഫന്റെ വാദങ്ങളിലും പൊരുത്തക്കേടുകളുണ്ട്.